ഈ അടുത്ത കാലത്ത് സിനിമയിൽ RSS ശാഖ ഞാൻ കാണിച്ചു. RSS ശാഖ കാണിച്ചപ്പോൾ എങ്ങനെയാണത് ശാഖ സിനിമയാവുന്നത് എന്നുള്ള ചോദ്യമാണ്. ശാഖ കാണിക്കാനേ പാടില്ല എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ വലതുപക്ഷ രാഷ്ട്രീയത്തിന് എഗൻസ്റ്റ് ആണ്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും എഗൻസ്റ്റ് ആണ്. പക്ഷെ അത് അവരെ മനുഷ്യരായിട്ട് കാണാതെയോ അവരെ മനുഷ്യരെന്ന നിലയിൽ അവരെ റെസ്പെക്ട് ചെയ്യാതെയോ അല്ല ആ എതിർപ്പുള്ളത്. ഇപ്പം മുരളിഗോപിക്ക് ഇപ്പം ആദ്യത്തെ കുറച്ച് സമയങ്ങളിലൊക്കെ ഈ അതിനുള്ള മറുപടികൾ പലതവണ കൊടുത്തിട്ടുണ്ട്. എന്നാലും RSSന്റെ ചില ഇമേജസ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ശാഖയുടെ ഇത് അത്തരം വിഷ്വൽസ് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമയത്ത് വിമർശനം ഉണ്ടായിരുന്നു. പിന്നെ പല സിനിമകളിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ചില അംശങ്ങൾ വരുന്നു എന്നൊക്കെ. പക്ഷെ അതിനൊക്കെ എതിരായിട്ട് ഞാൻ വലതുപക്ഷത്തിന് എതിരാണെന്ന് പലതവണ അത് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ടായിരിക്കും അത്തരം വിമർശനങ്ങൾ വന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ജസ്റ്റ് ഒരു ഇമേജ് കണ്ടതുകൊണ്ട് ഉണ്ടായ ബേസിക്കലി ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിറകിലുണ്ട്. അതായത് അസഹിഷ്ണുതയ്ക്കെതിരായിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാർ വരെ അസഹിഷ്ണുക്കളാണെന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സിനിമയിൽ RSS ശാഖ ഞാൻ കാണിച്ചു. RSS ശാഖ കാണിച്ചപ്പോൾ എങ്ങനെയാണത് ശാഖ സിനിമയാവുന്നത് എന്നുള്ള ചോദ്യമാണ്. ശാഖ കാണിക്കാനേ പാടില്ല എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. ഞാനൊരു ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളൊരു സാധനം, ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ്, ഇതെന്തുകൊണ്ടാണ് ഇതിൽ ഭയങ്കര ഇത് ഒരു സ്ലൈസാണ്. ഇതിനെ അഡ്രസ് ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് ഇത് ശക്തി പ്രാപിക്കുന്നത്. കാണിക്കേണ്ടത് അപ്പോൾ അന്ന് ഭയങ്കരമായ എതിർപ്പ് വന്നു. അത് കാണിച്ചതിന് ശേഷം അത് കാണിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കാണിക്കും, ഇനിയും കാണിക്കും. അത് അവരെ മാറ്റി നിർത്തുകയോ അവരെ ഒരു മനുഷ്യരായിട്ടേ കണക്കാക്കാതെയോ അല്ല വിമർശിക്കേണ്ടത്. ആദ്യം മനുഷ്യരായിട്ട് കണക്കാക്കണം, എന്നിട്ട് വേണം വിമർശിക്കാൻ. ഇത് പ്യുവർലി ഗാന്ധിയനായിട്ടുള്ള ഐഡിയ ആണ് ഞാൻ ഈ പറയുന്നത്. എതിരുണ്ട് എനിക്ക്. ഞാൻ വലതുപക്ഷ രാഷ്ട്രീയത്തിന് എഗൻസ്റ്റ് ആണ്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും എഗൻസ്റ്റ് ആണ്. പക്ഷെ അത് അവരെ മനുഷ്യരായിട്ട് കാണാതെയോ അവരെ മനുഷ്യരെന്ന നിലയിൽ അവരെ റെസ്പെക്ട് ചെയ്യാതെയോ അല്ല ആ എതിർപ്പുള്ളത്. അത് റെസ്പെക്ട് ചെയ്തതിനു ശേഷമാണ് ആ എതിർപ്പുള്ളത്. റെസ്പെക്ട് ചെയ്യാൻ പാടില്ല, റെഡിക്യൂൾ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ലോക ചരിത്രം മനസ്സിലാക്കാത്തവരാണ് അത് ചെയ്യുന്നത്. കാരണം റെഡിക്യൂളിൽ നിന്ന് ശക്തി പ്രാപിക്കുന്ന, ചിരിക്കപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ അവരെ നോക്കി എത്രത്തോളം അട്ടഹസിക്കുന്നോ, അട്ടഹാസത്തിന്റെ ഒച്ച എത്ര കൂടുന്നോ അത്രയും ശക്തി കൂടും. ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ് വലതുപക്ഷ ശക്തികൾ. ലോകത്തെവിടെയും അത് ഏത് ചരിത്രം നോക്കിയാലും, ഇപ്പം നാസി ചരിത്രം നോക്കിയാലും ഫാസിസത്തിന്റെ ചരിത്രം നോക്കിയാലും സ്റ്റാലിനിസം നോക്കിയാലും ഒക്കെ നമുക്ക് മനസ്സിലാവും ഈ വലതുപക്ഷ ശക്തികൾ ഉയരുന്നത് റെഡിക്യൂളിൽ നിന്നും, അട്ടഹാസങ്ങളിൽ നിന്നും, വെറുപ്പിൽ നിന്നും ഊർജം എടുത്തുകൊണ്ടാണ്. അപ്പൊ അതാണ് അത് ചെയ്യാൻ പാടില്ലാത്തത്. അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. ഞാൻ ഇവിടെ എനിക്ക് നിലനിൽക്കണമെങ്കിൽ ഇവിടുത്തെ സോ കോൾഡ് ഇടതുപക്ഷത്തിന്റെ സപ്പോർട്ട് വേണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ, അത് കാണിക്കാതിരുന്നേ പറ്റൂ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ ആ ഒരു വഴിയിലേക്ക് പോവില്ല.